കർത്താവിന്റെ പരിശ്രമമാണ്. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താണ്. നാം ചിന്തിക്കുന്ന വചനം, ദൈവത്തെ കാത്തിരിക്കുന്നവര് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അല്ലേ? ചിറകടിച്ചുയരും, പറക്കും, അല്ലേ? മൃഗങ്ങളുടെ എല്ലാം രാജാവായ സിംഹത്തെ പോലെ, അല്ലേ? ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെ എണ്ണകടാകത്തിന്റെ അഖിലാണ്ടത്തിന്റെ ബ്രഹ്മാണ്ടത്തിന്റെ സകല ഉടയവനുമായിരിക്കുന്ന നമ്മുടെ കർത്താവ് രാജാതി രാജാവായ ദൈവം, ആ ദൈവം നമുക്ക് കൺമുമ്പിൽ സൃഷ്ടിച്ച് തന്നിരിക്കുന്നതിനെല്ലാം ചില പ്രത്യേകതകളുണ്ട്. പ്രൈസലോ. അങ്ങനെ നമ്മൾ പക്ഷികളുടെ കൂട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് സകല പക്ഷികൾക്കും രാജാവായി ഉയരങ്ങളിൽ പറക്കുന്ന ഒരു പക്ഷിയാണ് കഴുക്, അല്ലേ? അത് എത്ര ഉയരത്തിൽ പറക്കുമെന്ന് നമുക്കറിയില്ല, അത്രമാത്രം ശക്തിയോടെ പറന്നുയരും. കഴുകിനെ പക്ഷികളുടെ രാജാവെന്നാണ് പറയുന്നത്. പ്രൈസലോ. അപ്പം കഴുകനെ പക്ഷികളുടെ രാജാവെന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ മനുഷ്യൻ പലവിധമായ ക്ഷീണ, പ്രയാസ, ദുഃഖ, സങ്കടങ്ങളുടെ കടന്നു പോകാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെപ്പോഴും ഈ കഴുകനെ പോലെ ചിറകടിച്ച് കയറുവാൻ അല്ലെങ്കിൽ ചിറകടിച്ച് ഉയരുവാൻ കഴിയുന്ന നിലയിൽ ആത്മജീവിതത്തെ നമ്മൾ പുതുക്കിയെടുക്കണം. പ്രൈസലോ. വചനം പറയുന്നത് യഹോവയെ കാത്തിരിക്ക്, കഴുകന്മാരെ പോലെ ശക്തിയെ പുതുക്കപ്പെട്ടവരായി മുന്നേറുമെന്നാണ് നമ്മൾ വായിച്ചത്, അല്ലേ? ഈ വാക്യങ്ങളെ ആസ്പദമാക്കി കഴുകൻ തന്റെ ശക്തി പുതുക്കുന്നതിനെ കുറിച്ച് 103-ാം സംഗീതം 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 103-ാം സംഗീതം 5-ാം വാക്യം. അവിടെ ഇങ്ങനെ, നിന്റെ യൗവന കഴുകനെ പോലെ പുതുക്കി വരത്തക്കണം, അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഇത് മനുഷ്യരുടെ ബന്ധത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന് ഭൂമിയിൽ മനുഷ്യർ തന്നെ പ്രായം വിധിക്കും. ആരെ കണ്ടാലും നമ്മൾ പ്രായമാണ് ആദ്യം വിധിക്കുന്നത്, അല്ലേ? അവരുടെ രൂപവും ഭാവവും ഒക്കെ നോക്കി പ്രായം. എന്നാൽ ദൈവം നമ്മുടെ പ്രായത്തെ വിധിക്കുകയല്ല ചെയ്യുന്നത്. ലോകം നമ്മുടെ പ്രായത്തിന് കണക്കിടുമ്പോൾ കർത്താവ് നമ്മുടെ പ്രായം നോക്കാതെ നമ്മളെ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരത്തക്ക നിലയിൽ നമ്മുടെ യൗവനത്തെ പുതുക്കിയെടുക്കുക, അല്ലേ? അബ്രഹാമിന് 99 വയസ്സായിട്ടും വാഗ്ദത്ത സന്തതി ജനിച്ചില്ല, അല്ലേ? സാറയ്ക്ക് ആ സമയത്ത് അവൻ 89 വയസ്സുണ്ട്. എന്നാൽ അബ്രഹാമിന്റെ 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്ത സന്തതി ഇസഹാക്ക് ജനിക്കുമ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കിയാണ്. ലോകം അബ്രഹാമിന്റെ പ്രായത്തെ കണക്കിട്ടപ്പോൾ ദൈവം അബ്രഹാമിന്റെ പ്രായം നോക്കാതെ അബ്രഹാമിന്റെ യൗവനത്തെ കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം, അല്ലേ, അബ്രഹാമിനെ മാറ്റിയെടുത്തു. അവന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തി. ദൈവം പറഞ്ഞ വാഗ്ദത്ത സന്തതിയെ കൊടുത്ത് അബ്രഹാമിനെ സന്തോഷിപ്പാൻ കഴിഞ്ഞു. ഇത് സാറയോടുള്ള ബന്ധത്തിലും അതിൽ ശ്രേഷ്ഠമാണ്. ലോകം സാറയോടും പറഞ്ഞ്, നിനക്കിനി ഒരു കുട്ടിയെ ഗർഭം ധരിക്കാൻ പറ്റത്തില്ല, കാരണം നിന്റെ പ്രായം കഴിഞ്ഞുപോയി. പക്ഷെ സാറയുടെ ഉള്ളിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു കാണും, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തി ഞാൻ പറഞ്ഞു വാഗ്ദത്തം നിന്നിലും അബ്രഹാമിലും നിറവേറും. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രൈസലോ, ലോകം നമ്മെ വിധിക്കും കേട്ടോ. സൗരി, ലോകം നിന്നെ വിധിക്കും, അല്ലേ? വിധിക്കും. ലോകം നിന്നെ വിധിക്കുമ്പോൾ ആ വിധിയുടെ മുമ്പിൽ നീ തളർന്നു പോകാതെ ദൈവ ശബ്ദം കേൾക്കുവാൻ നിന്നെ ഒരുക്കി കൊടുക്കണം. ലോകം എന്തും പറയട്ടെ, അവർക്ക് എന്തും പറയുവാൻ, അല്ലേ, അവർക്ക് അവകാശമുണ്ട്. ഇന്നത്തെ കാലം അങ്ങനെയാണ്. മനുഷ്യന്റെ നാവിന് കടിഞ്ഞാണില്ല. ആ നാവ് കൊണ്ട് മനുഷ്യൻ പലതും വിളിച്ചു പറയും. അതിനൊന്നും നമ്മൾ ചെവി കൊടുക്കാൻ നിൽക്കാതെ
നിന്നെ വിളിച്ച് വേർതിരിച്ച ഒരു ദൈവമുണ്ട്. നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച ഒരു ദൈവമുണ്ട്. ഈ ഭൂമി നിനക്കൊരു ജന്മം തന്നൊരു ദൈവമുണ്ട്. നിന്നെ ഇത്രയും നോക്കി വളർത്തി പോറ്റി പുലർത്തി നിന്റെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും അറിഞ്ഞ് നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെ പ്രായം നോക്കാതെ നിന്റെ യൗവന കഴുകനെ പോലെ പുതുക്കി വരുത്തി നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ നിന്റെ ആരോഗ്യം ക്ഷയിച്ചത് കൊണ്ട് നിന്റെ ജീവിതം തകർന്നുകൊണ്ട് പലരും നിനക്ക് നേരെ ഒരുപാട് വിധി പ്രസ്താവിച്ചേക്കാം. അതിലൊന്നും നമ്മൾ ഭാരപ്പെട്ടു പോകണ്ട കേട്ടോ. പ്രൈസ്. ദൈവത്തിനൊരു കാര്യം നിന്നെ കുറിച്ചുണ്ടെങ്കിൽ അത് ദൈവം നിന്റെ മേൽ നിറവേറും. അല്ലേ? ചിലരൊക്കെ എങ്കിലും ഈ പ്രായത്തെ ഓർത്ത് വളരെ വേദനിക്കാറുണ്ട്. പ്രായം കഴിഞ്ഞു പോയല്ലോ, ഇനി എന്ത് ചെയ്യാനാണ്, എങ്ങനെ ജീവിക്കും, പണ്ടത്തെ പോലെ ഒന്നും ആകുന്നില്ല, പണ്ടത്തെ പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഓടിച്ചാടി നടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. അല്ലേ? വാർദ്ധക്യത്തിൽ എത്തിയെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. പ്രൈസ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, സകലത്തിന്റെയും സൃഷ്ടമായിരിക്കുന്ന ദൈവം നമ്മോട് പറയുകയാണ്, നിന്റെ പ്രായത്തെ ലോകം വിധിക്കുമ്പോൾ നീ അത് കേട്ട് നീ അതിനു മുമ്പിൽ അടിമാറി പോകാതെ നിന്നോട് ഞാൻ പറയുന്ന വാക്കുകൾ നീ കേൾക്കുക. നീ എന്നെ കാത്തിരിക്കുന്നെങ്കിൽ നീ ശക്തിയെ പുതുക്കും. അല്ലേടിയ കഴുകന്മാരെ പോലെ നീ ചിറകടിച്ച് അല്ലേടിയ കയറും. നീ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടത്തുകയും ഞാൻ ചെയ്യും. നീ വിശ്വസിക്കുന്നു എന്ന് ദൈവം നമ്മോട് ചോദിച്ചാൽ പ്രൈസോ നമ്മൾ അങ്ങ് വിധേയപ്പെട്ടു കൊടുക്കണം. പ്രൈസോ. മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ബലഹീനരാണ്. എത്ര ആയുസ്സുണ്ടെങ്കിലും എത്ര ആയുസ്സും സൗന്ദര്യം ഉണ്ടെങ്കിലും എന്തുമാത്രം കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെങ്കിലും പണം അനവധി ഉണ്ടെങ്കിലും മനുഷ്യൻ ബലഹീനനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സകല മനുഷ്യൻ ബലഹീനനാണ്. കാരണം എല്ലാവരും പ്രഷറും ഷുഗറിനും കൊളസ്ട്രോളിനും അടിമകളായി മാറി. ഷുഗർ രോഗത്താൽ ഭാരപ്പെടുന്ന എത്രയോ ലക്ഷങ്ങളാണ്. അങ്ങനെ മനുഷ്യൻ എല്ലാത്തിനും ബലഹീനനായി മാറുമ്പോൾ ഇവിടുത്തെ മെഡിസിനുകളും ഡോക്ടർമാരും ഒക്കെ പരാജയപ്പെട്ട് പല രോഗത്തിനും മരുന്ന് ലഭ്യമല്ലാതെ വരുമ്പോൾ ഓരോ ദിവസവും നാം ബലഹീനനായി മാറുമ്പോൾ നാം ദൈവത്തിനെ നാം ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. പുറപ്പാട് പുസ്തകം 15 വരുമ്പോൾ കാണും, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറഞ്ഞതുപോലെ നമ്മെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ്. നിന്റെ ശാരീരിക ബലഹീനതകളെ മാറ്റിക്കളഞ്ഞ് നിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ മാറ്റി, നിന്റെ ജീവിത സാഹചര്യങ്ങളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തെ മാറ്റി നിന്നെ ഒരു പുതിയൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. പ്രൈസ്. പക്ഷെ നമ്മൾ യേശുവിൽ വിശ്വസിക്കണം. പ്രൈസ്. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ എത്രമാത്രം വിശ്വസിക്കുന്നു അത്രയും നീ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ്. ഈ ജീവിതം നിങ്ങൾ തകർത്ത് കളയരുത്. ഈ ജീവിതം നിങ്ങൾ ഉടച്ച് കളയരുത്. ജീവിതം ക്രിസ്തുവിൽ സന്തോഷിക്കണം. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിനോട് ചോദിച്ച പൗലോസ് പറയും, ഞാൻ അനുഭവിച്ച കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സുവിശേഷ മുഖാന്തരം അനുഭവിച്ച പീഡകളും ഓർത്താൽ എനിക്കത് താങ്ങുവാൻ കഴിയില്ല, എനിക്കത് സഹിപ്പാൻ കഴിയില്ല. അത്രമാത്രം പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയി. അങ്ങനെ സുവിശേഷം മുഖാന്തരം ക്രിസ്തു മുഖാന്തരം ഞാൻ ഒരുപാട് പീഡിതനായി ഇന്ന് ഞാൻ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ഈ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും കാരാഗ്രഹം വാസം അത്ര നല്ലതല്ലെങ്കിലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നുവെന്ന് ഫിലിപ്പി ലേഖനം 4 വായിച്ച് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് വളരെ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യനാണ്. തന്റെ വാർദ്ധക്യത്തിലും തന്റെ വാർദ്ധക്യത്തിന് കണക്ക് കൊടുക്കാതെ, തന്റെ വാർദ്ധക്യത്തിന് നോക്കി ഭാരപ്പെട്ടു പോകാതെ, അതിനെ ഓർത്ത് താൻ ഭാരപ്പെട്ടു പോകാതെ, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അതിനു മുമ്പിൽ അടിപതറിപ്പോകാതെ, ബലഹീന മനുഷ്യനായി മാറാതെ പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. ഫിലിപ്പി ലേഖനം 4:13. എന്നിട്ട് പറയുക, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം.
അപ്പം പൗലോസിന്റെ ജീവിതത്തെ പഠിച്ചാലും പൗലോസ് യഹോവയെ കാത്തിരുന്നത് കൊണ്ട് അവന്റെ യൗവന കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം ദൈവം എന്ത് ചെയ്തു? അവന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തിയത് കൊണ്ടാണ് കാരാഗ്രഹത്തിലും ദൈവത്തെ സ്തുതിക്കുന്നത്. പ്രൈസ്. അതേ സ്നേഹിത, അങ്ങനെയുള്ള ചില അനുഭവത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടി വന്നാലും അവിടെ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിൽ നാം ഒരിക്കലും പുറകോട്ട് പോകരുത്, ശുഷ്കാന്തി പിശുക്ക് കാണിക്കരുത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏറ്റവും മഹത്വത്തിന് യോഗ്യൻ യേശു കർത്താവാ. നമുക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളത് യേശുവിനെ കുറിച്ചാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മഹത്വം കൊടുക്കേണ്ടത് യേശുവിനാ. ചിലരൊക്കെ ഏറ്റവും കൂടുതൽ മഹത്വം കൊടുക്കുന്ന ഭാര്യ, മക്കൾ, അവരുടെ വീട്, സമ്പത്ത്, അവർ വാങ്ങിയ വാഹനം. ഹല്ലേലൂയ. ഭൂമിയിലുള്ള പലതിനും മനുഷ്യൻ വളരെ മഹത്വം കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, പൗലോസിനെ പോലെയുള്ള, അബ്രഹാമിനെ പോലെയുള്ള, ദാവീദിനെ പോലെയുള്ള മനുഷ്യരൊക്കെ ചെയ്യുന്നത് ഈ ഭൂമിയിലുള്ളതിനേക്കാൾ ശ്രേഷ്ഠമായി അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മളെല്ലാത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ആ സാഹചര്യം ഉണ്ടല്ലോ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം, നിങ്ങൾ എത്രയോ ബലഹീനനാണ്. നിങ്ങളുടെ കൈകാലുകൾക്ക് ബലമില്ല, നിങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കും. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വളരെ പ്രതിസന്ധിയോടെ കടന്നു പോകുന്ന മനുഷ്യരാണ്. ഞാൻ പറഞ്ഞ പ്രഷർ ഷുഗറും കൊളസ്ട്രോളും നിങ്ങൾക്ക് വളരെ അളവിൽ കൂടുതലാണ്. സ്തോത്രം. മറ്റ് വിവിധമായ മാരകരമായ രോഗങ്ങൾക്ക് നിങ്ങൾ അധീനരാണ്. എങ്കിൽ താങ്കൾ നിൽക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? താങ്കളെ ദൈവം നിർത്തിയിരിക്കുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ദൈവത്തിലേക്ക് വന്ന് കർത്താവിനെ കാത്തിരിക്കുന്നെങ്കിൽ നിന്റെ ശാരീരികമായ ക്ഷീണങ്ങളെ മുഴുവൻ മാറ്റിയെടുക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. പ്രൈസ് ലോർഡ്. നമ്മളിൽ ചില ആളുകളെ കാണുന്നില്ലേ? കൈ വിറയ്ക്കുന്നവരെ കാണുന്നില്ലേ? ഹല്ലേലൂയ. കൈ വിറയ്ക്കുന്നവരെ കാണുമ്പോഴും ശരീരമൊക്കെ വിറയ്ക്കുന്നവരെ കാണുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? അവരെയും ദൈവം നിർത്തുന്നുണ്ട്, ദൈവം നമ്മളെയും നിർത്തുന്നുണ്ട്. ആരെയും ദൈവം കാണാതിരിക്കുന്നില്ല, എല്ലാവരെയും ദൈവം സദാസമയം കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവർക്കും അവരുടേതായ ബലത്തിലൊത്ത് പ്രവർത്തിക്കത്ത നിലയിൽ അവരുടെ ശരീരത്തെ പുതുക്കിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ലോർഡ്. അപ്പൊ അബ്രഹാമിന്റെ 100-ാമത്തെ വയസ്സിൽ സന്തതിയെ കൊടുത്തവർ ഈ കാലഘട്ടത്തിൽ 65-നും 70-നും 75-നും 80 വയസ്സിലൊക്കെ ഗർഭം ധരിച്ച സഹോദരിമാരില്ലേ? കുട്ടികൾക്ക് ജന്മം കൊടുത്തവരുണ്ടല്ലോ, പാലുകുട്ടി വളർത്തിയ മാതാക്കളില്ലേ? നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാ ദൈവം. ഹല്ലേലൂയ. അപ്പം മനുഷ്യനാൽ അസാധ്യം ദൈവത്തിന് സാധ്യം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം എനിക്കും നിനക്കും രാജാവായി ഉള്ളത് കൊണ്ട്, ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഉടയവൻ നമുക്ക് വേണ്ടി സ്വർഗസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് എന്നെ നിങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, സഹോദര സഹോദരി, നിനക്ക് അസാധ്യമായെന്ന് തോന്നിയതിനെ അത് സാധ്യമാക്കി തരാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാമത്തെ വാക്യമൊക്കെ നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്ന വചനമാണ്. എന്താണ് പറഞ്ഞത്? ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. സകല ജഡങ്ങൾ, ഭൂമിയിലുള്ള സകല ജഡങ്ങൾ. അല്ലേ? ഈ സകല ജഡങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ മാത്രമാണോ ജഡമുള്ളത്? നമ്മൾ ചിന്തിക്കും മനുഷ്യനാണ്, അവന് മാത്രമേ ജഡമുള്ളൂ. അല്ല പ്രിയരെ, മനുഷ്യൻ മാത്രമല്ല, ദൈവത്തിന്റെ സൃഷ്ടികൾക്കെല്ലാം ജഡമുണ്ട്. അത് പക്ഷി പർവ്വജാതികൾക്കായിരുന്നാലും, കാട്ടിലും നാട്ടിലുള്ള മൃഗങ്ങൾക്കായിരുന്നാലും, ആറ്റിലെ മത്സ്യങ്ങൾക്കായിരുന്നാലും, പ്രകൃതിയിൽ വളരുന്ന വൃക്ഷലതാദികൾക്ക് പോലും അതിൻ്റെതായ ജഡമുണ്ടെന്നാണ്. സ്തോത്രം. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണല്ലോ അവയെല്ലാം നിലനിൽക്കുന്നത്. അതിനെല്ലാം ശക്തിയെ കൊടുക്കുവാൻ, മനോഹാരിത കൊടുക്കുവാൻ, ഭംഗി കൊടുക്കുവാൻ, അതിനെ വേണ്ടുന്ന നിലയിൽ പരിപാലിക്കുവാൻ, അതിനെ പുലർത്തുവാനൊക്കെ നമ്മുടെ കർത്താവിന് കഴിയും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് സകല ജഡത്തിന്റെ ദൈവമായ യഹോവ പറയും, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. പാപം ചെയ്യത്തില്ല കേട്ടോ, ഭോഷ്ക് പറയത്തില്ല. സ്തോത്രം. ദൈവം പാപം ചെയ്യത്തില്ല, ഭോഷ്ക് പറയത്തില്ല. മനുഷ്യരെ പോലെ മനുഷ്യൻ പാപവും ചെയ്യും, ഭോഷ്കും പറയും. അല്ലേ? ദൈവം ഇതൊന്നും ചെയ്യുന്നില്ല.
മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക്, പ്രകൃതിക്ക് ആവശ്യങ്ങൾക്ക്, ദൈവസൃഷ്ടിയുടെ എല്ലാ അനുഭവങ്ങൾക്കും വേണ്ടുന്നത് നൽകത്തക്ക നിലയിൽ ദൈവം സദാസമയം സകലത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഭൂമിയിൽ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് കഷ്ടം സഹിക്കുന്ന വ്യക്തിയായിരുന്നാലും, അല്ലേലൂയ, നിന്റെ ബലഹീനതകൾക്ക് അല്ലെങ്കിൽ ഒരു ആശ്വാസം തരാൻ ദൈവം ആഗ്രഹിക്കുക. പക്ഷേ ഒരു വ്യവസ്ഥയുള്ളൂ, നീ കർത്താവിനെ കാത്തിരിക്കണം. നിങ്ങൾ പലരെയും കാത്തിരിക്കും. നിങ്ങളുടെ ഭർത്താവിനെ കാത്തിരിക്കും, ഭർത്താവ് ഭാര്യയെ കാത്തിരിക്കും, അപ്പനും അമ്മയും മക്കളെ കാത്തിരിക്കും, മക്കൾ അപ്പനമ്മമാരെ കാത്തിരിക്കും. അങ്ങനെ കാത്തിരിപ്പെടുത്തുന്ന ഒരുപാടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാത്തിരിക്കും. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പുകളുണ്ട്. അങ്ങനെ നിങ്ങൾ ലോകപ്രകാരം പലതിനു വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ സർവശക്തനായ ദൈവം പറഞ്ഞു, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ലോകത്തിൽ നിങ്ങൾ ആരെ കാത്തിരുന്നാൽ ശക്തിയെ പുതുക്കാൻ പറ്റത്തില്ല. കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുവാനും കഴിയില്ല. യഹോവയായ ദൈവത്തെയാണ് കാത്തിരിക്കുന്നെങ്കിൽ നിന്റെ സകല പ്രശ്നങ്ങൾക്കും കർത്താവ് മറുപടി തരും. പ്രൈസിനോ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവനാ, നിന്റെ പ്രതിസന്ധികളെ നീക്കുന്നവനാ, നിന്റെ സകല ആവരാധികളും കേൾക്കാൻ മനസ്സുള്ളവൻ യേശുവാ. നിങ്ങളുടെ ആവരാധികളും നിങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾ എന്നോടങ്ങ് അറിയിക്കാൻ ചിന്തിക്കുക. ഞാനെല്ലാം ഒരു പരിധി വരെ കേൾക്കും. പരിധി കഴിയുമ്പോൾ പറയും എനിക്ക് അത്യാവശ്യങ്ങൾ പറയും. മനുഷ്യൻ അങ്ങനെയല്ലേ? ഞാനങ്ങനെ പറയുന്നതല്ലേ പറഞ്ഞ ഉദാഹരണം കേട്ടോ, അല്ലേ? അങ്ങനെ മനുഷ്യൻ ഓരോന്നും പറഞ്ഞങ്ങ് ഒഴിഞ്ഞു പോകും. പ്രൈസറോ, എന്നാൽ നമ്മുടെ കർത്താവ് ഒരിക്കലും അങ്ങ് ഒഴിഞ്ഞു പോകുക. ലോകത്തിലുള്ള 800 കോടി ജനങ്ങളും ഒരേ സമയത്ത് ഒരുപോലെ നമ്മുടെ കർത്താവോട് സംസാരിച്ചാൽ അവയെ ഒരുപോലെ കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. കാരണം നമ്മുടെ ദൈവം സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. അതുകൊണ്ട് ലോകത്തിന്റെ ഏത് മൂലയിലിരുന്ന് നമ്മൾ സംസാരിച്ചാൽ, ഞാനിപ്പോൾ സംസാരിക്കുന്ന പോലെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവരുടെ സമയ രീതി അനുസരിച്ച് ദൈവത്തിനെ ശുശ്രൂഷിക്കുന്ന എത്രയോ ആളുകളുണ്ട്, പ്രാർത്ഥിക്കുന്ന എത്രയോ ആളുകളുണ്ട്, വിവിധ മേഖലയുടെ കടന്നു പോകുന്ന ദൈവത്തെ വിളിക്കുന്ന എത്രയോ, അവരെല്ലാം ദൈവം അറിയുന്നില്ലേ? ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ, ഞാൻ കേരളത്തിലെ ജനങ്ങളെ വിഷയം കേട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങ് തമിഴ്നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ ജനത്തിന്റെ വിഷയം കേട്ടിട്ട് ഞാൻ ഗൾഫിലേക്ക് വരാമെന്നാണോ ദൈവം പറയാനേ? അല്ലേ? നമുക്കൊരു ഗവൺമെന്റ് ഉണ്ട്, നമുക്കൊരു ഗവൺമെന്റ്. ആ ഗവൺമെന്റ് നമ്മുടെ വിഷയം മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? എന്ന കർത്താവ് തന്നെയല്ല. 800 കോടി ജനം വസിക്കുന്ന 7 ഭൂഖണ്ഡങ്ങളിലുള്ള സകല ജനത്തിന്റെ പ്രശ്നങ്ങളെ ഒരേ സമയം കേട്ടുകൊണ്ട്, അവൻ ഏത് ഭാഷക്കാരനായിരുന്നാലും, ഏത് ജാതിക്കാരനായിരുന്നാലും, ഏത് നിറക്കാരനായിരുന്നാലും, അവൻ ഏത് സംസ്കാരത്തിൽപ്പെട്ടവനായിരുന്നാലും, വലിപ്പ ചെറുപ്പം നോക്കാതെ, മുഖപക്ഷം നോക്കാതെ, അല്ലെങ്കിൽ കറുത്തവനെന്നോ വെളുത്തവനെ നോക്കാതെ, സവർണ്ണമെന്നോ അവർണ്ണം നോക്കാതെ, സനാതന നിയമങ്ങളൊന്നും കൊണ്ടുവരാതെ, അല്ലേലിയ ആമേ സ്തോത്രം, ദൈവം എല്ലാവരെയും ഒരുപോലെ കണ്ട്, അല്ലേലിയ അവരുടെ എല്ലാം വിഷയങ്ങൾക്ക് മറുപടി നൽകുന്നവൻ യേശു. അങ്ങനെ ഒരാൾ യേശു മാത്രമേ ഉള്ളൂ. ആ കർത്താവിനെ കാത്തിരിക്കാനാണ് വേദപുസ്തകം പറയുന്നത്, യെശയ്യാ പ്രവാചകൻ പറയുന്നത്, അല്ലേലിയ. അപ്പൊ ഉയരങ്ങളിൽ പറക്കുവാൻ കഴുകന് കഴിയുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തണം, അല്ലേലിയ. പ്രാർത്ഥിക്കുന്നതിൽ നീ മടുത്തു പോകരുത്. കഴുകൻ ചിറകടിച്ചുയി കയറുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നുവരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നുവരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറഞ്ഞു പോകാതെ, കഴുകൻ ചിറകടിച്ചു നിങ്ങൾ പ്രാർത്ഥന ശക്തരായി മാറണം. പ്രാർത്ഥന കുറഞ്ഞു പോകരുത്, അല്ലേ? വീട്ടിൽ ഒരു നേരത്തെ ആഹാരം കുറഞ്ഞു പോയാലും നിന്റെ അനുദിന ജീവിതത്തിൽ ഒരു നേരത്തെ വിശപ്പ് നിനക്ക് അടക്കാൻ പറ്റാതെ സാഹചര്യങ്ങളിലൊക്കെ നീ കടന്നുപോയാലും, അല്ലരിയ നീ ഒരു ദിവസം, അല്ലരിയ നീ കടന്നു പോകുന്ന മേഖലകളിലൊക്കെ, അല്ലരിയ പ്രതിസന്ധികളൊക്കെ വന്നാലും, അല്ലേരിയ നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കണം. കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുക്കണം. അപ്പോൾ ഒരു നേരത്തെ ആഹാരമില്ലാതെ വന്നാലും, നിന്റെ പേഴ്സ് ശൂന്യമായിരുന്നാലും, നിന്റെ ജീവിതത്തിൽ അസമാധാനം, നീ രോഗിയായിരുന്നാലും, നീ യഹോവയെ കാത്തിരും പ്രഥമ സ്ഥാനം യേശുവിന് കൊടുക്കണം, അല്ലേ? ജീവിതത്തിൽ പ്രഥമ സ്ഥാനം യേശുവിന് കൊടുത്തുകൊണ്ട് നീ ദൈവസനയിൽ നിലവിളിക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയ്ക്കായി നീ സമയം വേർതിരിക്കുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥന മുറിക്കകത്തേക്ക് ദൈവം ഇറങ്ങി വരും. പ്രൈസറോ, അത് നമ്മൾ യഹോവയെ കാത്തിരിക്കണം. അവന് വേണ്ടിയിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് സമയത്തെ വേർതിരിക്കണം.
പ്രൈസറോ. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രാർത്ഥിക്കുക സമയമില്ല. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുന്ന എപ്പോഴെങ്കിലും ഒക്കെയാണ്. അവർക്ക് രാവിലെ വിവിധ ജോലിക്ക് പോകണം, ഭർത്താവിനെ ഒരുക്കി വിടണം, മക്കളെ പറഞ്ഞയക്കണം, ഭാര്യയ്ക്ക് ജോലിക്ക് പോകണം. അങ്ങനെ വന്നിട്ട് ഈ മൊബൈലും തോണ്ടിയിട്ട് കിടക്കുന്നത് ഏതെങ്കിലും ഒരു സമയത്താണ്. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധി ഇരിക്കുവാനോ, ദൈവസന്നിധി കാത്തിരിക്കുവാനോ, പാട്ടുകൾ പാടുവാനോ, പുസ്തകം വായിക്കുവാനോ, എന്ത് പുസ്തകം, സത്യവേദ പുസ്തകം വായിക്കുവാനോ, ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനോ, കാത്തിരുന്നൊരു മറുപടി പ്രാപിക്കാനോ കഴിയാത്ത നിലയിൽ മനുഷ്യൻ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി, ലോകപ്രകാരമായി ചെയ്യും. അതുകൊണ്ട് പലരുടെയും ജീവിതത്തിൽ പരാജയമാണ്. പലരും പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു, പക്ഷെ പ്രാർത്ഥന നഷ്ടപ്പെട്ടുന്ന എല്ലാവരും മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. തോണ്ടലോട് തന്നെ. എന്താ ഈ മൊബൈലിൽ തോണ്ടുന്നത്? ചായ കുടിച്ചോ, രാവിലെ എന്തായിരുന്നു, എന്തുണ്ട് വിശേഷം, ഇപ്പൊ എവിടാ, ഇതൊക്കെ ചോദിക്കുവാനാണോ ദൈവം നമ്മളിടാക്കി വെച്ചിരിക്കുന്നത്? എനിക്ക് എന്നോട് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഭയങ്കര പാകം. ചിലക്ക് എന്നെ ഫോണിലൊക്കെ വിളിച്ച്, ചായ കുടിച്ചോ ബസ്, എന്തോ എടുക്കുക, എന്തിനാരും എന്തുണ്ടാക്കി, അത് നീ എന്തിനാ അറിയുന്നേ? ചായ കുടിച്ചോന്നോ, വീടി വലിച്ചോന്നോ, കള്ളു കുടിച്ചോന്നോ, ഇതൊക്കെയാണോ നിങ്ങൾ ചോദിക്കുന്നത്? അല്ലേ? സ്തോത്രം. നല്ലൊരു സഹോദരൻ്റെ വീടെടുത്തുള്ളതാണ്. ഇവിടെ രാവിലെ എന്താ നിന്റെ ജോലി? അപ്പോൾ അവർ മദ്യപിക്കുന്നവരാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നാൽ ഒരു ദൈവദാസനെ ഒരു പാസ്റ്റർ ഒരാൾ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ വിശ്വാസി വിളിക്കുമ്പോൾ, വീട്ടിലെ നീ എന്താ കുടിച്ചത്, കഴിച്ചത്, തിന്നതൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അതൊന്നും ചോദിക്കാം. നിനക്കെന്തിനും പ്രാർത്ഥന വിഷയമുണ്ട് പറ, അത് ഞാനതിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥന വിഷയം, നിന്റെ കുടുംബത്തിന്റെ പ്രശ്നം, അല്ലേ? നിന്റെ ജീവിതത്തിൽ നീ നേരിടുന്ന പ്രതിസന്ധികൾ, നീ നേരിടുന്ന വെല്ലുവിളികൾ, ശാരീരികമായി ബലഹീനതയാകാം, രോഗമാകാം, സാമ്പത്തിക ഞെരുക്കമാകാം, മക്കളെക്കുറിച്ചുള്ള ഭാരമായിരിക്കുക, ഭർത്താവിനെക്കുറിച്ച് ഭാര്യയെക്കുറിച്ച് ഭാരമായിരിക്കാം, മാതാപിതാക്കളെക്കുറിച്ച് ഭാരമായിരിക്കാം. നീ വിദേശ രാജ്യത്തൊരു പക്ഷേ കഷ്ടം സഹിച്ചേക്കാം. നിനക്കൊരു പക്ഷേ വിസ കിട്ടാത്ത വ്യക്തിയായിരിക്കാം. നിനക്കൊരു പക്ഷേ ജോലി വേണ്ടതുകൊണ്ട് കിട്ടാത്ത, നാക്കെട്ടി കടന്നു വരാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം. നാട്ടിൽ കടന്നു തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം നാട്ടിൽ, അല്ലേ? നീ പലതും പ്രതീക്ഷിച്ചാണ് വിദേശത്തെത്തി, പക്ഷെ നിനക്ക് വേണ്ടത് ഉയരാൻ കഴിയാതെ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നീ ഒരു ദൈവനാഥനോ നിന്റെ ആ വിഷയങ്ങൾ മാത്രം നീ പറയണം. ആ വിഷയം പറയുമ്പോൾ ആ വിഷയത്തിന് വേണ്ടി നീ വിളിക്കുന്ന വ്യക്തിയോട് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, രണ്ടുപേരെ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യും. അപ്പൊ നിനക്ക് ദൈവത്തെ കാത്തിരിക്കുവാനും ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനും നീ സമയത്തെ വേർതിരിക്കണം. കഴുകൻ ചിറകടിച്ചു കയറുന്നത് പോലെ പ്രാർത്ഥനയിൽ നീ ഉയരത്തിലേക്ക് എത്തണം. പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരിക്കണം. പ്രേക്ഷകർ, നിങ്ങൾ എത്ര നേരം പ്രാർത്ഥിക്കും? ചോദ്യം ചെയ്യുന്നതല്ല കേട്ടോ. നിങ്ങൾ ചോദ്യം ചെയ്യുവല്ല, നിങ്ങൾ പരിഹസിക്കുന്നതല്ല, നിങ്ങളുടെ പ്രാർത്ഥനയെ അളക്കുന്നതല്ല, അല്ലേ? നിങ്ങളെ കുറച്ച് കാണുന്നതല്ല. ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ എത്ര നേരം പ്രാർത്ഥിക്കും? നിങ്ങൾ എത്ര നേരം ദൈവത്തിന് വേർതിരിക്കും? അല്ലേ? അത് നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട്, ഞാൻ കർത്താവിന് കൊടുക്കേണ്ട സമയം എവിടെയെങ്കിലും അപഹരിച്ചെടുത്ത് ലോകത്തിലേക്ക് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മടക്കിയെടുക്കാൻ ശ്രമിക്കണം. എന്താണ്? നിങ്ങൾ കർത്താവിന് കൊടുക്കേണ്ട സമയം നിങ്ങൾ അപഹരിച്ചെടുത്ത് ലോകത്തിലേക്ക് ലോകക്കാർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഈ പൊട്ടച്ചുറ്റും കൈവാക്കം ചീത്തത്തരമൊക്കെ പറഞ്ഞ് ക്ഷേമങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നിന്റെ സമയത്തെ നീ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ മനസ്സിലാക്കിയിട്ട് സമയത്തെ നീ പുതുക്കിയിട്ട് പ്രാർത്ഥനയ്ക്ക് വരണം. കഴുകനെ പോലെ ചിറകടിച്ച് ഉയരത്തക്ക നിലയിൽ 100-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിന് വാഗ്ദത്ത സന്തതിയെ കൊടുത്തെങ്കിൽ, അല്ലേലൂയ, സാറ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് സാറ സ്വന്തം മുലയൂട്ടി കുഞ്ഞിനെ വളർത്തിയെങ്കിൽ, അല്ലേലൂയ, അബ്രഹാം ഒരു പിതാവായി, സാറ ഒരു മാതാവായി, അവരെ ദൈവം ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ച് അബ്രഹാം സാറയുടെ മരണശേഷം അബ്രഹാം കെതൂറയെ വിവാഹം കഴിച്ചു നമ്മൾ കാണുന്നുണ്ട്. അവളിലും സന്തതിയെ ജനിപ്പിക്കുവാൻ വേണ്ടി, അവളും സന്തതിയെ പ്രസവിക്കത്തക്ക നിലയിൽ 100 വയസ്സ് കഴിഞ്ഞ അബ്രഹാമിന്റെ യൗവനത്തെ കഴുകനെ പോലെ പുതുക്കിയെടുത്തൊരു ദൈവമുണ്ടെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ സകല പ്രശ്നത്തിനകത്തും യേശു മറുപടി തരും. വിശ്വസിൽ കരം പിടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നീ പല വേദനയിലൂടെ കടന്നു പോകുന്നവരാ, നീ പല സങ്കടത്തിലൂടെ കടന്നു പോകുന്നതാ. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന യേശുവിന് മാത്രമേ കഴിയുള്ളൂ.
ഞാനിത് പറയുമ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ദൈവത്തിനെ പ്രസംഗിക്കുന്നത്. ഞാൻ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് ആളുകളുടെ സങ്കടങ്ങൾ എന്നോട് വിളിച്ചു പറയാറുണ്ട്. പലരുടെയും സങ്കടങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ അവരുടെ മുമ്പിൽ ആ സങ്കടം കേൾക്കാൻ വേണ്ടി എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കും. അല്ലേ? കാരണം അവരുടെ സങ്കടം ഒരുപക്ഷെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവർക്കൊരു മനസ്സിന് ആശ്വാസം കിട്ടും. മാത്രമല്ല, ആ വിഷയം കേട്ടിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന മാനസികമായ ആ അനുഭവം, മാനസികമായ വേദനകൾ മാറി അവർക്കൊന്ന് ആശ്വാസം കണ്ടെത്താൻ കഴിയും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനം യേശുവിന് കൊടുക്കും. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കും. പ്രൈസലോ. ബാക്കിയുള്ളതൊക്കെ പിന്നീടുള്ളതാണ്. അല്ലെങ്കിൽ ആ ഇഷ്ടംപോലെ സമയം ദൈവം നമുക്ക് തരുന്നത് 24 മണിക്കൂർ ദൈവം നമുക്ക് തരുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലം 24 മണിക്കൂർ തരുന്നതിൽ പകൽ നിങ്ങൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്, രാത്രി നിങ്ങൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു. ഇനി നിങ്ങൾ ഓവർ ടൈം ഡ്യൂട്ടിയൊക്കെ വിവിധ രാജ്യങ്ങളൊക്കെ ചെയ്താലും അതിനിടയിൽ നീ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. പ്രൈസലോ. ഏരിയ ഒരിക്കലും ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് എൻ്റെ പാസ്റ്റർ ഞാൻ ഡ്യൂട്ടിയിലാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അല്ലേരിയ. അപ്പം ഡ്യൂട്ടി ചെയ്യുന്നതിനിടയ്ക്കും പ്രാർത്ഥന ആവശ്യമുള്ളവർ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലേരിയ. കാരണം നിന്റെ യൗവന കഴുകനെ പോലെ പുതുക്കി വരുത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. നീ യഹോവയെ കാത്തിരിക്കണം. പ്രൈസലോ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നമുക്ക് അല്ലുയ്യ സ്തോത്രം, വചനം വായിക്കുന്നത് എന്താണ്? അല്ലുയ്യ, സാധാരണമായ കുരുവികൾ പോലും ആഹാരത്തെക്കുറിച്ചോ മറ്റൊന്നിനെ കുറിച്ചോ വിചാരപ്പെടുന്നില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. അല്ലുയ്യ. അതിനെക്കുറിച്ചൊക്കെ വിശുദ്ധ വചനം വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലുയ്യ. നാം ദൈവത്തോട് ചേർന്നിരിക്കണം. ഈ ലോകത്തിലുള്ള ഒന്നിനെക്കുറിച്ച് നീ വിചാരപ്പെട്ടും മനം കലങ്ങി പോകരുത്. ലോകം നമുക്ക് ശാശ്വതമല്ല. ഒരുപക്ഷെ അല്ലരിയ നിന്റെ തകർച്ച കാണാൻ ആരും ഉണ്ടായത് വരത്തില്ല. നിന്റെ സങ്കടം കാണാൻ ആരും ഉണ്ടായത് വരത്തില്ല. നിന്റെ വേദനകൾക്ക് ഒരാശ്വാസം തരാനും ആരും കാണത്തില്ല. പക്ഷെ കർത്താവിന് നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും. ഇന്നെന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ യേശുവിനെ കഴിയും. വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ സകല പ്രശ്നങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ സകല പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ യേശുവിനെ കഴിയും. പക്ഷെ മനുഷ്യൻ യേശുവിലേക്ക് വരണം. പ്രൈസലോ. നാം ദൈവത്തോട് അടുത്ത് വരണം. ദൈവത്തോട് അടുത്ത് വരുമ്പോഴാണ് ദൈവം നമ്മോട് അടുത്ത് വരുന്നത്. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അടുത്ത് വന്നിരിക്കുമ്പോൾ, ദൈവത്തോട് അടുത്ത് ചേർന്നിരിക്കുമ്പോൾ അവിടെ ജീവിതം വലിയ സന്തോഷമായി മാറും. ഹല്ലേലൂയ. ആസാവ് എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ദൈവത്തോട് അടുത്തിരിപ്പാൻ കഴിയും. പക്ഷെ ഈ കാലഘട്ടത്തെ വിളിച്ച് ദൈവത്തോട് അടുത്തിരിക്കുന്നവർ ചുരുക്കമാണ്. അല്ലെ? ദൈവത്തോട് അടുത്തിരിക്കുന്നവർ ചുരുക്കമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. 91 സങ്കീർത്തനം 14 വാക്യം. എന്താണ് 91 സങ്കീർത്തനം 14 വാക്യം പറയുന്നത്? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കണം. ലോകത്തോടല്ല നീ പറ്റിയിരിക്കേണ്ടത്. സഹപ്രവർത്തകരും കൂട്ടുകാരോടും ഫ്രണ്ട്സിനോടും ഒന്നും അല്ല നീ പറ്റിയിരിക്കേണ്ടത്. ലോകത്തിന്റെ മാലിന്യങ്ങൾ ചപ്പുചോറിനോട്, ലോകത്തിന്റെ ജടികമായ ജീവിത സാഹചര്യങ്ങൾ, മയക്കുമരുന്നുകളോട് അല്ല നീ പറ്റിയിരിക്കേണ്ടത്. നീ ദൈവത്തോട് പറ്റിയിരിക്കണം. പ്രൈസലോ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിന് ഇതിൽ അവൻ എന്നോട് പറ്റിയിരിക്കുക ഞാൻ അവനെ വിടുവിക്കും. നമ്മൾ ദൈവത്തോട് പറ്റിയിരുന്നെങ്കിൽ മാത്രമേ നിന്റെ സർവ്വ പ്രതിസന്ധികളും ദൈവം നിന്നെ വിടുവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ നാമത്തെ അറിഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവം നമ്മെ ഉയർത്തും. പ്രൈസലോ. അപ്പൊ നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തോട് എത്ര സമയം ഒരു ദിവസം പറ്റിയിരിക്കുന്നുണ്ട്? അല്ലേ? നിങ്ങൾ എത്ര പ്രാവശ്യം ദൈവത്തിന്റെ നാമത്തെ അറിയുന്നുണ്ട്? മനുഷ്യന് അല്ലറിയ അവന്റെ കാര്യം മാത്രം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ അന്യരല്ല, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവം ദാനമായി തന്നിരിക്കുന്ന നിന്റെ ജീവൻ, നിന്നിൽ വസിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്.
അത് നീ എങ്ങു നിന്നും കൊണ്ടുവന്നതല്ല, നിന്റെ പാരമ്പര്യമല്ല, നിന്റെ കുടുംബ സ്വത്തല്ല, നിന്റെ കുടുംബ മഹിമയല്ല, നിന്റെ പൂർവ്വപിതാക്കന്മാർ സമ്പാദിച്ച ജംഗമ സ്വത്തുക്കളുടെ ഒരു ഭാഗമൊന്നും അല്ല. ഭൂമിയിൽ നീ ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതല്ല. നിനക്ക് സ്വന്തമെന്ന് പറയാൻ അവകാശമില്ലാത്ത നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ജീവനുണ്ടല്ലോ, അത് കർത്താവിൻ്റെതാ. ലേരിയ അത് കർത്താവിന് നമ്മൾ വില കൊടുത്തിട്ട് തന്നതല്ല, അവൻ നമുക്ക് ദാനമായി തന്നതാണ് അവന്റെ ശ്വാസം. ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന അവന്റെ ശ്വാസം, നമ്മുടെ ഉള്ളിൽ ജീവൻ. ലേരിയ സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ അതെങ്കിലും ഓർത്തിട്ട് അല്ലേ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. അപ്പം നിനക്കത് 24 മണിക്കൂർ ജീവിക്കുവാൻ വേണ്ട ശ്വാസത്തെ ദൈവം യഥാസമയം നിന്റെ ഉള്ളിൽ തരുന്നത് പോലെ തന്നെ നീ ദൈവത്തോട് പറ്റിയിരുന്നാൽ അവൻ നിന്നെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും വിടുവിക്കും. കടബാധ്യത വിടുവിക്കും, രോഗത്തിന് വിടുവിക്കും, ശാപത്തിന് വിടുവിക്കും, ദുർമന്ത്രവാദ ദുർസേവകളുടെയും ദുർഭൂതാരാധന ശക്തിയുടെ കയ്യിൽ നിന്ന്, ആഭിചാര മന്ത്രവാദ കൂടോത്ര ശുദ്രശക്തികളുടെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കും. ലേലിയ സ്തോത്രം. ഒരിക്കലും ഒരാളിനോട് പറഞ്ഞു നിങ്ങൾക്കെതിരെ വലിയ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാള് നിങ്ങൾക്കെതിരെ വലിയ കൂടോത്രം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പണി അവർ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കെതിരെ കൂടോത്രം ചെയ്യുന്നു, ക്ഷുദ്രം ചെയ്യുന്നു, മന്ത്രവാദം ചെയ്യുന്നു ഒക്കെ എനിക്കിഷ്ടമാണ്. കാരണം അത് എനിക്ക് ചെയ്യുമ്പോൾ തിരിച്ചവരുടെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു. അതേപോലെ ഞാൻ കളിയാക്കിയതൊന്നുമല്ല. ആഭിചാരൻ യാക്കോബിന് ഭരിക്കില്ല, ലക്ഷത്തി ഇസ്രായേൽ ഭരിക്കില്ല. ആഭിചാരൻ യാക്കോബിന് പറ്റുകയില്ല, ലക്ഷത്തി ഇസ്രായേൽ ഭരിക്കില്ലെന്ന് സംഖ്യാപുസ്തകം 23 എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും എനിക്ക് ഫലിക്കത്തില്ല, എനിക്ക് പറ്റുകയില്ലെന്ന്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് നിങ്ങൾ താമസിയാതെ തിരിച്ചറിയുന്നു. എന്തായാലും ഒരു 6-7 മാസം കഴിഞ്ഞപ്പം കെട്ടും പറക്കി പോയി. കെട്ടും പറക്കി പോയി. എന്നെ കേൾക്കുന്ന പ്രശ്നം, നീ ദൈവത്തോട് പറ്റിയിരുന്നാൽ ഇവിടുത്തെ ഒരു ദുർമന്ത്രവാദങ്ങൾക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ചിലർ വിളിച്ചു പറയും എന്റെ ഭവനത്തിന് വലിയ പോരാട്ടമാണ് ബസ്, എന്റെ കുടുംബത്തെ തകർക്കുക, എന്റെ തലമുറയെ തകർക്കുക. ആ വീട്ടിലെ കുട്ടി എന്റെ മോനുമായിട്ട് ഭയങ്കര കമ്പനിയാ, മോളുമായിട്ട് ഭയങ്കര കമ്പനി, എന്റെ കുടുംബത്തെ തകർക്കുക. വാസ്തവത്തിൽ പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാവേ, നീയും നിന്റെ മക്കളെ യഹോവയെ കാത്തിരുന്നാൽ അയൽവീട്ടിലെ കുട്ടികൾ നിന്റെ മക്കളുടെ പറ്റി നീ രാവിലെ നിന്റെ മക്കളെ അവരുടെ ഇഷ്ടത്തിൽ പറഞ്ഞു വിടരുത്. ലേരിയ ഇന്നത്തെ കാലത്ത് യൗവനക്കാരികളിൽ വലിയൊരു 7 ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വണ്ടി വാങ്ങി അതിന്റെ സൈലൻസറൊക്കെ മാറ്റി അതിന്റെ രൂപമാക്കി വരുത്തി റോഡെ പോകാത്ത വിധത്തിൽ വലിയ ഒച്ചയിട്ട് ബഹളമിട്ട് ചീറിപ്പാഞ്ഞു വണ്ടികൾ ഇടയിലൂടെ കാമി ചുറ്റിക്കറങ്ങിപ്പോയി എവിടെങ്കിലും പോയി അടവെക്കുന്നത് കണ്ടിട്ടില്ലേ? സ്വോത്രം. എന്നിട്ട് പിന്നെ എവിടെ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ വന്ന് കയ്യും കാലും കെട്ടിയിട്ട് കിടപ്പില്ലേ? നിന്റെ മക്കളെ അവരുടെ ഇഷ്ടത്തെ പറഞ്ഞു വിടരുത്, നിയന്ത്രിക്കണം, ആണായാലും പെണ്ണായാലും. അതുകൊണ്ടാണ് ദൈവത്തിനും അവൻ എന്നോട് നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കണം. നമ്മൾ നമ്മുടെ മക്കളെ ദൈവത്തോട് പറ്റിയിരിക്കാൻ വളർത്തിയെടുക്കണം. ദൈവത്തോട് പറ്റിയിരിക്കുന്നതെങ്കിൽ നിന്റെ കുടുംബം വിടുവിക്കപ്പെടും. നീ മൊബൈലിലുള്ള പറ്റിയിരിക്കരുത്. നീ മൊബൈലിനോട് പറ്റിയിരുന്നാൽ നിന്നെ മൊബൈൽ വിടുവിക്കത്തില്ല. മൊബൈലൊക്കെ നമുക്ക് നല്ലതാണ്. അത്യാവശ്യം നമുക്ക് സ്വന്തക്കാരോ ബന്ധക്കാരോ നമ്മുടെ സുഹൃത്തുക്കളോ ശുശ്രൂഷകൾക്കും ഫോൺ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും ആശയവിനിമയം ചെയ്തിട്ട് അപ്പോഴേ നിർത്തിയേക്കണം. ചിലരൊക്കെ ഫോൺ വിളിക്കുന്നത് 1 മണിക്കൂർ 1.5 മണിക്കൂറാണ്. ഞാനങ്ങനെ എന്നോട് വിളിക്കുക, എന്നെ അത്രയൊന്നും വിളിക്കും, നിങ്ങളുടെ അത്യാവശ്യ കാര്യം പറഞ്ഞിട്ട് നിർത്തിക്കോളം പറയും. അല്ലേരിയ ഞാനെന്താണ് നിങ്ങൾ ഫോൺ വിളിച്ച് ഒരാളോട് ചോദിച്ചു അത്യാവശ്യമായിട്ടല്ലോ സംസാരിക്കാമെന്ന് ചോദിച്ചു. കാരണം അതിന് മുമ്പ് പ്രാവശ്യം വിളിച്ച് ഞാൻ ചുറ്റിപ്പോയി. ഞാൻ ആ മൊബൈലോട് പറ്റിയിരിക്കേണ്ടി വന്നു. കാരണം ഇവരങ്ങോട്ട് സംസാരം നിർത്തത്തില്ല, നമ്മൾ പിന്നെ അതിനോട് പറ്റിയിരിക്കുക. ഓർത്ത് നോക്കി. പിന്നെ ഞാൻ പറഞ്ഞ അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അവൻ എന്നോട് പറ്റിയിരിക്കുക. നീ ആരോടാണ് പറ്റിയിരിക്കുന്നത്? ലോകത്തോടാണോ പറ്റിയിരിക്കുന്നത്? സാത്താനോടാണോ പറ്റിയിരിക്കുന്നത്? ഇവിടുത്തെ രോഗസുഖങ്ങളോടാണോ പറ്റിയിരിക്കുന്നത്? മൊബൈലിനോടാണോ പറ്റി? അശ്ലീലമായ ജീവിത സാഹചര്യങ്ങളാണോ നീ പറ്റിയിരിക്കുന്നത്? മദ്യത്തിനോടോ മയക്കുമരുന്നിനോടോ പാനശാലകളോടോ ഈ ലോകത്തിന്റെ ഇങ്ങനെയൊക്കെ രാഷ്ട്രീയക്കാരോ മതത്തോടു കൂടിയാണോ നീ പറ്റിയിരിക്കുന്നത്? തീവ്രവാദ ഭീകരവാദ വർഗീയതയിലാണോ നീ പറ്റിയിരിക്കുന്നത്? ഈ ലോകത്തിന്റെ അനാശാസ്യമായ ചൂതാട്ട കേന്ദ്രങ്ങളിൽ ചൂതാട്ടക്കാരുടെ ഒപ്പമാണോ നീ പറ്റിയിരിക്കുന്നത്? ഹല്ലേലൂയ.
ആമീൻ. പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരും പറയുന്നതോടൊപ്പമാണ് നീ പറ്റിയിരിക്കുന്നത്. ദുഷ്ടന്മാരും പാപികളും പരിഹാസങ്ങളും കൂടുന്ന കൂട്ടായ്മയോടാണോ നീ പറ്റിയിരിക്കുന്നത്? ഹല്ലേലൂയ. എന്നാൽ ഇത് പകൽ നീ അത് മാറിയിട്ട് നീ ദൈവത്തോട് പറ്റിയിരിക്കുന്നെങ്കിൽ അവൻ നിന്റെ യൗവനെ കഴുകരെ പോലെ പുതുക്കി വരത്തക്കവണ്ണം നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തി. അബ്രഹാമിനെ മാനിച്ചൊരു ദൈവം നിന്നെ മാനിക്കും. അതുകൊണ്ട് വചനം പറയും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അത് നിനക്കൊരു ദൂതായത്. നിന്റെ ജീവിത സാഹചര്യങ്ങൾ മാറ്റിക്കൊണ്ടുപോകാൻ ദൈവം നിന്റെ കുടുംബത്തെ മാനിക്കാൻ പോവുക, നിന്റെ ജീവിതത്തെ മാനിക്കാൻ പോവുകയാണ്. നിന്റെ പരാജയത്തെ ദൈവം മാറ്റാൻ പോവുക. നീ ഇന്ന് വരെ അനുഭവിച്ച സങ്കടങ്ങൾക്കൊരു മാറ്റം ദൈവം തരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ വിദേശത്ത് കഷ്ട സഹിച്ച് നൊമ്പരപ്പെട്ട് ഭാരപ്പെട്ട് ജീവിതത്തിൽ മാമി കഷ്ടപ്പെടണം. നിന്റെ മക്കൾക്ക് വേണ്ടി നിനക്കൊരു വിസയ്ക്ക് വേണ്ടി വിസ പുതുക്കി കിട്ടാൻ വേണ്ടി, പാസ്പോർട്ട് പുതുക്കി കിട്ടാൻ വേണ്ടി നീ ഭാരപ്പെടുന്നില്ലേ? നല്ലൊരു ജോലിക്ക് വേണ്ടി ഭാരപ്പെടുന്നില്ല, ജീവിതത്തിൽ ഒരു ഉയർച്ച വേണ്ടി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ ദൈവത്തോട് ചേർന്ന് അവരോട് അവരുടെ കാത്തിരിക്കുക. നിന്റെ സ്ഥിതികളെ മുഴുവൻ ദൈവം മാറ്റും. നീ ഇതുവരെ ദൈവത്തിന് കാത്തിരിപ്പാൻ കഴിയാത്തതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ താളം തെറ്റിപ്പോയി. ഹല്ലേലൂയ. മടങ്ങി വന്ന് നമ്മൾ ദൈവത്തിലേക്ക് വരണം, കർത്താവിനെ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നിങ്ങൾ ആരുമായിരിക്കട്ടെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനായിരുന്നു, ഞാനൊരിക്കലും മതത്തെക്കുറിച്ച് മതത്തിലെ കാര്യങ്ങൾ പറയാം. ജാതി അല്ല ഇവിടെ വിഷയം. ജാതിയോ മതമോ ഒന്നും അല്ല ദൈവം നോക്കുന്നത്. നീ ദൈവസന്നിധി വന്ന് അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജാതി നോക്കാതെ, നിറം നോക്കാതെ, മതം നോക്കാതെ, ഭാഷ നോക്കാതെ, സംസ്കാരം നോക്കാതെ, നിന്റെ കുടുംബം നോക്കാതെ, പാരമ്പര്യം നോക്കാതെ, അഭിമാനം നോക്കാതെ, സൗന്ദര്യം നോക്കാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നവനാ. അവരോട് പറ്റിയിരിക്കണം, യഹോവയെ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നീണ്ട 25 വർഷക്കാലം കാത്തിരിക്കുവാൻ അബ്രഹാമിന് കഴിഞ്ഞെങ്കിൽ പിന്നത്തേതിൽ അബ്രഹാമിന് സന്തോഷത്തെ കൊണ്ട് നിറച്ചെങ്കിൽ അത് നിന്റെ കഷ്ടങ്ങൾ മാറി നീ സന്തോഷിക്കുന്ന ചില ദിനങ്ങളിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോവുകയാണ്. ഇന്നലെ കരഞ്ഞ കണ്ണുതിന് മറുപടി ദൈവം തരാൻ പോവുകയാണ്. ഇന്നലെ നീ പ്രാർത്ഥിച്ച വിഷയത്തിൽ മറുപടി നൽകാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നീ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് അതിന് മറുപടി ദൈവം തരാൻ പോവുക. നീ അവനോട് പറ്റിയിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ വിടുവിക്കും. നീ അവന്റെ നാമത്തെ അറിഞ്ഞ് നിന്നെ അവൻ ഉയർത്തും. സഹോദര സഹോദരി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നോടൊപ്പം പ്രാർത്ഥിക്കാമോ? യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാൻ നടക്കുകയും ചെയ്യും. കർത്താവ് ഈ വാഗ്ദത്തം എന്നോടാണല്ലോ. ഞാനിപ്പോൾ അതിനെ വിശ്വസിക്കുന്നു. യൗവനെ കഴുകനെ പോലെ ഒതുക്കിയാൽ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി അങ്ങ് കഴിയുമല്ലോ. അബ്രഹാമിനെ മനസ്സിലെ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ പ്രതിസന്ധികൾക്ക് നല്ലിൽ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിക്കാമോ? ഒരു അത്ഭുതം ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യും. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോക രാജ്യങ്ങൾ 800 കോടി ജനം ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് പൊട്ടാനും വരെ പാർക്കുന്ന ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യൗവനത്തിൽ വാർത്തയ്ക്കുന്ന അനുവൃത്തരശന യാചകർ ഓർഫനേജിൽ വോൾട്ടേജ് ഹോമിലും ജോലിക്കും തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും കർത്താവ് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിപ്പെട്ട് കിടക്കുന്ന ജീവിതത്തിൽ താളം തെറ്റിപ്പോയ തകർന്ന ദരിദ്രമായി കടക്കണിയിൽ കടന്നുപോകുന്ന രോഗ ബന്ധനത്തിൽ കടന്നു പോകുന്ന നിരാശകളും ദുഃഖങ്ങളുമായി കടന്നുപോകുന്ന ജീവിതം തകർന്ന കുടുംബജീവിതം ചിഹ്നമായി തലമുറകളെ കൊണ്ട് ഭാരപ്പെടുന്ന ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് പുറത്തുവിടാൻ കഴിയാത്ത വിവിധ ബന്ധനങ്ങൾക്ക് വിവിധ അടിമത്തത്തിന് അടിമയായി പോയ ദേശത്തും വിദേശരാജ്യം കഷ്ടത്തിൽ കടന്നു പോകുന്ന കഷ്ടത്തിൽ ജീവിക്കുന്ന കർത്താവ് ജനത്തിനു വേണ്ടി അടിയും പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ജീവിതത്തിൽ പുതുവഴി തുറന്നു കൊടുക്കണം. ശാപ പാപ രോഗ ബന്ധനങ്ങളുടെ വിട്ടുവിക്കണമേ കർത്താവേ. കഴുകനെ പോലെ ചിറകടിച്ചു ഉയരത്തക്കതിന് അവരുടെ പ്രാർത്ഥന ജീവിതം മടങ്ങി വരുവാൻ, അവരുടെ ശക്തിയെ പുതുക്കുവാൻ ചരിത്ര ദൈവം ലഭിക്കുന്നു. കുടുംബങ്ങളെ വ്യാപരിക്കുന്ന എല്ലാ അന്ധകാരങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ തോട്ട പോരുകളും മാറിപ്പോകട്ടെ, എല്ലാ വിചാരവാദ ദുർമന്ത്രവാദ ദുർസേവ ശക്തികളെല്ലാം ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വിട്ട് മാറി കുടുംബങ്ങൾ, വ്യക്തികൾ അവർ കടന്നു പോകുന്ന ഏത് സാഹചര്യം അതിന് വിടുതൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകല മുഖത്ത് വിടുകണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.